പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദീപികാനീശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ദീപികാനുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. വർഷങ്ങളായി ദൈവത്തിൻ്റെ വചനം അത് വായിക്കുകയും പഠിക്കുകയും അത് പ്രസംഗിക്കുകയും ചെയ്തൊരു വ്യക്തി ഒരിക്കൽ ദീപികാനാഥനോട് ഒരു സഹായം തേടി. അത് ഇപ്രകാരമായിരുന്നു: ഒത്തിരിയിടങ്ങളിൽ വചനം പ്രഘോഷിക്കുന്നുണ്ട് എങ്കിലും വചനം ആസ്വദിച്ച് പ്രഘോഷിക്കുവാൻ ഒരു കൃപ നടണമെന്നുള്ള ആഗ്രഹം ഈ വ്യക്തി കുറേ നാളുകളായി ദീപികാനാഥൻ്റെ സന്നിധിയിൽ ഉണർത്തിക്കുകയായിരുന്നു. അതിനായി കുറേ നാളുകൾ ദീപികാനാഥന് മുമ്പിൽ മണിക്കൂറുകളോളം ചെലവഴിച്ച് അങ്ങനെ ഒരു കൃപ ലഭിക്കുന്നതിനായിട്ട് സഹായം തേടുകയും നീണ്ട പരിശ്രമങ്ങൾക്കും നാളുകൾക്കും ശേഷം നല്ല ദൈവം അങ്ങനെ ഒരു കൃപ ഈ വ്യക്തിക്ക് നൽകുകയും ചെയ്തു. അതായത് ദൈവത്തിൻ്റെ വചനം ആസ്വദിച്ച് വ്യാഖ്യാനിക്കുക. അത് ഒരു പ്രത്യേകതയാണ്, മറ്റുള്ളവരിൽ നിന്നൊരു പ്രത്യേകതയാണ്. നമ്മൾ വചനം ഒരുപക്ഷെ കാണാതെ പഠിക്കാൻ നോക്കാറുണ്ട്. അതുപോലെ തന്നെ വചനം 4-5 പ്രാവശ്യം ആരംഭം മുതൽ അവസാനം വരെ വായിക്കാറുണ്ട്. പക്ഷെ വചനം ആസ്വദിച്ച് വ്യാഖ്യാനിക്കുക എന്നുള്ള ഒരു കൃപ ലഭിക്കാൻ വേണ്ടി ഈ വ്യക്തി പ്രാർത്ഥിച്ചപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം തമ്പുരാൻ ആ വ്യക്തിക്ക് അത് നൽകുകയുണ്ടായി. മിസ്റ്റർ ഡോൺ ബോസ്കോ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുന്ന ഇപ്രകാരമാണ്: ദീപികാന്റെ നാഥനിൽ പരിപൂർണമായി വിശ്വസിക്കുക, നീ അത്ഭുതങ്ങൾ കാണും. അതെ, നമ്മുടെയും ജീവിതത്തിൽ ഒരു ആവശ്യം വന്നാൽ ഇതുപോലെ ദീപികാൻ ഈശോയിൽ അന്ധമായി കൊണ്ട് വിശ്വസിക്കുക, നമുക്ക് വേണ്ടി അവിടുന്ന് അത്ഭുതങ്ങൾ ചെയ്യും. മിസ്റ്റർ ഫൗസ്റ്റീന പറയുന്നുണ്ട്: എന്നെ നിലനിർത്തുന്ന ഒരേ ഒരു യാഥാർത്ഥ്യമാണ് പരിശുദ്ധ കുർബാന. അവന് നന്ദി പറയേണ്ടത് എങ്ങനെയെന്ന് എനിക്കറിയില്ല. നമ്മുടെ ജീവിതം എങ്ങനെയാണോ, നമുക്ക് വിശുദ്ധ ഫൗസ്റ്റീനെ പോലെ നമുക്ക് ദീപികാന്റെ നാഥനെ സ്വന്തമാക്കണ്ടേ? അനുദിനം അവിടെ തരുന്ന നന്മകളെ എണ്ണി എണ്ണി പറഞ്ഞിട്ട് എനിക്കൊരിക്കലും അവൻ്റെ മുമ്പിൽ നന്ദി പറഞ്ഞു തീർക്കാൻ ആവുന്നില്ല എന്ന് പ്രഘോഷിക്കുവാൻ ഇടയായാൽ ഞാൻ പറയും അത് വലിയ സാക്ഷ്യമാണ്. മിസ്റ്റർ ഫ്രാൻസിസ് പറയുകയാണ്: നിനക്ക് വേണ്ടി പരിപൂർണ ദാനമായവന്റെ മുമ്പിൽ ഒന്നും നിനക്ക് വേണ്ടി നീ പിടിച്ചു വയ്ക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ സ്വതവേ എല്ലാം പങ്കുവെച്ചു പോവുക, ആവശ്യമായതെല്ലാം അതുപോലെ തന്നെ പറയുക, അപ്പോൾ നിനക്ക് എല്ലാം ലഭിക്കും. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 19-ാം തിരുവചനം പറയുന്നു: ജനങ്ങളെല്ലാം അവനെ ഒന്ന് സ്പർശിക്കുവാൻ അവസരം പാർത്തിരുന്നു, എന്നാൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു. അതെ, ദീപികാരനും അങ്ങനെയാണ്. എല്ലാവരെയും സ്നേഹിക്കുന്നു, എല്ലാവരെയും അനുഗ്രഹിക്കുന്നു, എല്ലാവരെയും ആശീർവദിക്കുന്നു. നമുക്ക് ദീപികാനാഥനോട് പ്രാർത്ഥിക്കാം. ലോകമെങ്ങും സുവിശേഷം പ്രസംഗിക്കുവാൻ ഞങ്ങളെ നിയോഗിച്ച ദീപികാനാഥ, ഈ സുവിശേഷ വേല, ദീപികാരന് അഗ്നി എന്ന ശുശ്രൂഷ ലോകത്തിന് മുമ്പിൽ നൽകുമ്പോൾ അങ്ങാണ് പ്രവർത്തിക്കുക, അങ്ങാണ് ആശീർവദിക്കുക, അങ്ങാണ് അനുഗ്രഹം ചൊരിയുക. ആരെല്ലാം അത് സ്വീകരിക്കുന്നത് അങ്ങേക്കറിയാം. അവരെല്ലാം ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ തൃക്കൈ നീട്ടി ഞങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ജ്വലിക്കുന്നൊരഗ്നിയാം ദിവ്യകാരുണ്യമേ, ദിവ്യശോഭയാലെന്നുള്ളം തെളിയും. ജ്വലിക്കുന്നൊരഗ്നിയാം ദിവ്യകാരുണ്യമേ, ദിവ്യശോഭയാലെന്നുള്ളം തെളിയും. ദിവ്യാഗ്നിതൻ ശക്തിയാലെന്റെ ഹൃദയം ശുദ്ധീകരിക്കണേ നാഥ. ദിവ്യാഗ്നിതൻ ശക്തിയാലെന്റെ ഹൃദയം ശുദ്ധീകരിക്കണേ നാഥ. ദിവ്യകാരുണ്യനാഥ.